Jungle. Audio Jungle. Audio Jungle. ഭൂമിയിലെ ഏറ്റവും ശക്തനായ ജീവി, വലിപ്പം 1 മില്ലിമീറ്റർ, വംശനാശമില്ല, അൾട്രാവയലറ്റ് രശ്മികളെപ്പോലും പ്രതിരോധിക്കും. ലോകം അവസാനിച്ചാൽ പോലും പിന്നെയും ജീവിക്കാൻ ശേഷിയുള്ളവരാണ് ഈ ജീവികൾ. ജലകരടികളെക്കുറിച്ചുള്ള പഠനം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. അൾട്രാവയലറ്റ് രശ്മികൾ കൂടിയ തോതിൽ ശരീരത്തിൽ പതിച്ചാൽ ഗുരുതരമായ ത്വക്ക് കാൻസറിന് ഇടയാകുമെന്ന് നമുക്കറിയാം. സൂര്യനിൽ നിന്നും ഭൂമിയിലെത്തുന്നതിന് മുമ്പ് അന്തരീക്ഷ മണ്ഡലത്തിലുള്ള നമ്മുടെ ഓസോൺ പാളികളാണ് അൾട്രാവയലറ്റ് രശ്മികളെ തടുത്തു നിർത്തുന്നത്. ഓസോൺ പാളികളില്ലെങ്കിൽ പോലും ഭൂമിയിൽ ജീവിക്കാൻ കരുത്ത് തെളിയിച്ച ഒരു ജീവിയുണ്ട്, ടാർഡിഗ്രേഡ് അഥവാ ജലകരടി. ഭൂമിയിലെ ഏറ്റവും പ്രതിരോധശേഷിയുള്ള സൂക്ഷ്മജീവി വർഗം എന്നാണ് ഇവ അറിയപ്പെടുന്നത്. അഥവാ പരീക്ഷണങ്ങൾ തെളിയിച്ചത് അതാണ്. 1 മില്ലിമീറ്ററിൽ കുറവാണ് 8 കാലുള്ള ഈ ജീവിയുടെ ഇതിന്റെ വലുപ്പം. ഭൂമിയിലെ ഏറ്റവും ശക്തനായ ജീവി, വലിപ്പം 1 മില്ലിമീറ്റർ, വംശനാശമില്ല, അൾട്രാവയലറ്റ് രശ്മികളെപ്പോലും പ്രതിരോധിക്കും. ലോകാവസാനത്തെ പോലും അതിജീവിക്കും. 150 ഡിഗ്രി സെൽഷ്യസിനു മുകളിലും -200 ഡിഗ്രിക്ക് താഴെയും ഇവയ്ക്ക് ജീവിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. ഓക്സിജനില്ലാത്ത ബഹിരാകാശത്ത് പോയി തിരിച്ചുവന്ന ചരിത്രം ഈ ജീവികൾക്കുണ്ട്. എന്നാൽ ഇവയുടെ മറ്റൊരു സവിശേഷത കൂടി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ഗവേഷക സംഘം. തീവ്രമായ അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിരോധിക്കാൻ ടാർഡിഗ്രേഡുകൾ നീല വെളിച്ചം പുറപ്പെടുവിക്കാറുണ്ടെന്നാണ് കണ്ടെത്തൽ. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ISC ഗവേഷകരാണ് കണ്ടെത്തലിനു പിന്നിൽ. ബയോളജി ലെറ്റേഴ്സ് എന്ന ജേർണലിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപകടകരമായ അവസ്ഥയെ അതിജീവിക്കും. അൾട്രാവയലറ്റ് രശ്മിയെ അതിജീവിക്കുമെന്ന് പറയുമ്പോൾ ചെറിയ തോതിലാണെന്ന് കരുതരുത്. അതിതീവ്രമായ രശ്മികൾ 15 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഈ സൂക്ഷ്മജീവിയുടെ ശരീരത്തിൽ പതിപ്പിച്ചെങ്കിലും അവയ്ക്ക് ജീവനാശം സംഭവിച്ചില്ല. ഫിക്ഷൻ സിനിമകളിൽ കാണുന്ന സൂപ്പർ പവറുള്ള ജീവികളോട് ഉപമിക്കാൻ കഴിയും ഈ എതിരിക്കുഞ്ഞിനെ. തീവ്രമായ അൾട്രാവയലറ്റ് രശ്മി പതിപ്പിക്കുമ്പോൾ നീല നിറത്തിലുള്ള ഫ്ലൂറസെന്റ് വെളിച്ചം പുറപ്പെടുവിച്ചാണ് ടാർഡിഗ്രേഡുകൾ പ്രതിരോധം സൃഷ്ടിക്കുന്നത്. 15 മിനിറ്റ് നേരം അൾട്രാവയലറ്റ് രശ്മിയേറ്റ ജലകരടികൾ 30 ദിവസത്തിലധികം ജീവിച്ചു. 1 മണിക്കൂർ പരീക്ഷണത്തിന് വിധേയമായവയിൽ 60% അതിജീവിച്ചുവെന്നും പഠനത്തിൽ പറയുന്നു. ടാർഡിഗ്രേഡുകൾ പ്രതികൂല കാലാവസ്ഥകളെ അതിജീവിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യം ഗവേഷകരെ കുഴക്കിയിരുന്നു. നിരവധി പഠനങ്ങൾക്കൊടുവിലാണ് അതിനുള്ള ഉത്തരം അവർ കണ്ടെത്തിയത്. ജലകരടികളുടെ ശരീരം ഉത്പാദിപ്പിക്കുന്ന പ്രത്യേകതരം പ്രോട്ടീനാണ് ഇവയെ ശക്തരാക്കുന്നതെന്നാണ് കണ്ടെത്തൽ. ഡാമേജ് സപ്രഷൻ പ്രോട്ടീൻ എന്നാണ് ഇതിന് ഗവേഷകർ നൽകിയിരിക്കുന്ന പേര്. ഇതിന്റെ ചുരുക്കമായ DSUP എന്നതാണ് ശാസ്ത്രീയ നാമം. ജലകരടികൾ വിവിധ വിഭാഗങ്ങളുണ്ട്. അതിൽ യൂഡാർഡിഗ്രേഡുകളിലാണ് ഗവേഷകർ പഠനം നടത്തിയത്. ടാർഡിഗ്രേഡിലെ ഏറ്റവും വലിയ വിഭാഗമാണ് ഇവ. ജലകരടികളെക്കുറിച്ചുള്ള പഠനത്തിന് 16-ാം നൂറ്റാണ്ട് മുതലുള്ള പഴക്കമുണ്ട്. ഇവയ്ക്ക് 1400-ൽ അധികം വിഭാഗങ്ങളുണ്ടെന്നാണ് കണ്ടെത്തൽ. ശക്തന്മാരാണെന്നാണ് അറിയപ്പെടുന്നതെങ്കിലും കടൽ ടാർഡിഗ്രേഡുകൾ പൊതുവെ ദുർബലരാണ്. കൂടാതെ ഒരു സൂചി കൊണ്ട് കുത്തിയാൽ ഇവയുടെ കഥ കഴിയുമെന്നാണ് പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. കൂടാതെ ഫംഗസുകളുടെ മുന്നിലും ഇവർ ദുർബലരാണ്. ആയിരക്കണക്കിന് ഗ്രേ യൂണിറ്റ് റേഡിയേഷൻ അടിച്ചാൽ പോലും ഇവയ്ക്ക് അതിജീവിക്കാൻ സാധിക്കും. ക്രിപ്റ്റോബയോസിസ് എന്ന അവസ്ഥയിൽ ഇവ നിലനിൽക്കും. ഇത്തരം അവസ്ഥകളിൽ ഇവയുടെ DNA ചിതറും. തുടർന്ന് അനുകൂല സാഹചര്യം എത്തുമ്പോൾ DNA കൂടിച്ചേരുമെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. ആറ്റമിക് റേഡിയേഷനെപ്പോലും ചെറുക്കുന്ന ഇവയെ ഒന്നിനും നശിപ്പിക്കാനാകാത്ത ജീവി എന്നാണ് ഗവേഷകർ വിശേഷിപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം.